വിവാദ പരാമർശവുമായി RSS മേധാവി മോഹൻ ഭാഗവത്. ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലെന്ന് പരാമർശം. ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. ഇന്ത്യയുടെ ഉപജീവനവും രാമക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമാവും. ആരെയും എതിർക്കാനല്ല രാമക്ഷേത്രത്തിനായി പ്രവർത്തിച്ചതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വീണ്ടും അയോധ്യയുമായി ബന്ധപ്പെട്ട വാചകങ്ങളുമെല്ലാം വിവാദമാവുകയാണ്. ഏതു സാഹചര്യത്തിലാണ് മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്? അരുൺ, അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഹൻ ഭാഗവതിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വിവാദ പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് രാജ്യത്തെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് പ്രാണപ്രതിഷ്ഠ അയോധ്യ രാമക്ഷേത്രത്തിൽ നടത്തിയപ്പോഴാണ് എന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടെയാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. അതോടൊപ്പം രാമക്ഷേത്രം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയത് ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും എതിർക്കാനോ അല്ല, രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. രാജ്യത്തിന് സ്വന്തം കാര്യം നിൽക്കാനും ലോകത്തിന് വഴികാട്ടിയാക്കാനുമാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത്. ഇൻഡോറിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാമർശം നടത്തിയത്. നേരത്തെ ഈ രാമക്ഷേത്രം പോലെ മറ്റു ക്ഷേത്രങ്ങളെ ഒന്നും കാണേണ്ടതില്ല എന്ന തരത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് എല്ലായിടത്തും രാമക്ഷേത്രം പോലെ ഈ മറ്റ് പള്ളികൾ പൊളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ വേണ്ട എന്നടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ഒരു കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പുറത്തു വന്നിരുന്നു. അതും വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ സ്വാതന്ത്ര്യം രാജ്യത്തിന് യഥാർത്ഥത്തിൽ കിട്ടിയത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയാണ് എന്നാണ് മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, വിവാദമായ ഒരു സ്റ്റേറ്റ്മെന്റ് മോഹൻ ഭാഗവതിൽ നിന്നുണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ട ദിനമാണ്, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് എന്നാണ് പരാമർശം. ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല എന്നും ഇന്ത്യയുടെ ഉപജീവനവും രാമക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമാവുകയാണെന്നും ആരെയും എതിർക്കാനല്ല രാമക്ഷേത്രത്തിനായി പ്രവർത്തിച്ചതെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്.